തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ ഒന്നിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താനും സർവോപരി ദൈവവചനത്തിന്റെ പഠന മേഖലയിൽ ദൈവം തരുന്ന നല്ല സന്ദർഭങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുക. വേർഡ് ഇൻ പവർ, വചനം ശക്തിയിൽ എന്നുള്ള ശുശ്രൂഷ ദൈവം അനുഗ്രഹമായി ഇത്രത്തോളം നടത്തി ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് വിനയപ്പെട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. അസ്വസ്ഥ നിറഞ്ഞ അന്തരീക്ഷങ്ങളിൽ വളരെ ഭീതിജനകമായ ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ കൃപയുടെ ഭദ്രതയല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് ദൈവത്തോട് പറ്റിയിരുന്നു കൊള്ളാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന ആ പ്രാർത്ഥനയോടും ആ ഒരു ആഹ്വാനത്തോടും കൂടെ ഞാൻ ആരംഭിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്നും ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു വചനം ഒന്നിച്ച് പങ്കിടും. അതിനുമുമ്പായി നമുക്ക് ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾക്ക് വീണ്ടും തിരുസന്നിധിയിലായിരിക്കാൻ അനുവാദം തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ സംഭവബഹുലമായൊരു ലോകത്തിലാണ്. ഇവിടെ അവിടുത്തെ കൃപയും ഭദ്രതയും കാവലും ഇല്ലെങ്കിൽ ഞങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വീണ്ടും ഞങ്ങളെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഈ മണിക്കൂറുകളിൽ നിന്റെ മാറ്റമില്ലാത്ത വചനം ദൈവത്തിൻ്റെ കൃപയുടെ ശക്തിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ എളിവിന് വരം തരണം. അത് ജീവിതങ്ങൾക്ക് വിടുതലിനും തിരുനാമ മഹത്വത്തിനും കാരണമാകണേ. എല്ലാം അങ്ങേ മഹത്വത്തിനാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം കൃപ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. മരണത്തിനപ്പുറത്തായിട്ടുള്ള മഹത്തായ ആ ശ്രേഷ്ഠകരമായ ഒരു ജീവിതത്തെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ഒരു ചിന്ത കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചിന്തിച്ചു. ഏതാ? സ്വർഗം എന്ന വാക്ക്. അത് ധൈര്യം തരുന്ന ഭാഗത്ത്. അത് ഒരു വലിയ ധൈര്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും ആ വാക്ക്, അല്ലേ? നരകത്തിൽ പോകാൻ ആർക്കും ആഗ്രഹമില്ലുണ്ടോ? ഒരുത്തിനും ആഗ്രഹമില്ല. പിന്നെ അതനുസരിച്ച് ജീവൻ ക്രമപ്പെടുത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് തകർന്നു പോകുന്നത്, അല്ലേ? അതെ, അത് വലിയ കാര്യമുള്ള പ്രശ്നമൊന്നുമല്ല. നമുക്ക് ദൈവത്തോടൊന്ന് അടുത്ത് വന്നാൽ ദൈവം സഹായിക്കും. ആട്ടെ, അവിടെ നിൽക്കട്ടെ. എന്നാൽ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം കൊണ്ട് മാത്രം നടക്കുമോ? അതിന് ചില വഴികളില്ലേ? അതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം നരകം ഒഴിഞ്ഞു കിട്ടുമോ? സ്വർഗം ലഭിക്കുമോ? ഇതിനൊക്കെ ചില വഴികളുണ്ട്. അതിനെന്ത് ചെയ്യണം? അത് ചിന്തിക്കേണ്ട വിഷയമാണ്, അല്ലേ? എന്നാൽ അതിനു മുമ്പായി അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചില വസ്തുത, ഉറപ്പിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ. സ്വർഗമുണ്ടോ? എവിടെയാണ് സ്വർഗം? ആരെങ്കിലും പോയിട്ട് വന്നോ? ഇതൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ നാം സ്വർഗം എന്താണ്, അതിൻ്റെ പ്രാധാന്യത, അല്ലേ? സ്വർഗം എവിടെയാണ്? അവിടെ ആരാണ് ഇരിക്കുന്നത്, അധിവസിക്കുന്നത്, ആരാണ് അതിൻ്റെ അധികാരി മുതലായ കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചവരുണ്ട്, നിങ്ങൾക്കറിയാം. തുടർന്ന് നാം അതിൻ്റെ അടുത്ത കാര്യം, ദ പ്രഷ്യസ്നെസ് ഓഫ് ഹെവൻ, അതായത് സ്വർഗത്തിൻ്റെ മഹത്വം, അമൂല്യത, തുല്യം വെക്കാനില്ലാത്ത ഒരു സ്ഥലമാണ് സ്വർഗം, കേട്ടോ. അതിൻ്റെ മഹത്വം എന്താ എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്, അഥവാ പഠിക്കാൻ പോകുന്നത്, കേട്ടോ. സ്വർഗത്തിൻ്റെ ഈ ഗ്രേറ്റ്നസ്, പ്രോമിനൻസ്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ മഹത്വം വെളിപ്പെടുത്തുന്ന പല കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. വൈ ഹെവൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് ചിന്തിച്ചതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകും. ഒന്നാമതായി എബ്രായ ലേഖനം 9-ാം അധ്യായം 24-ാമത്തെ വാക്യം, ഹീബ്രൂ ചാപ്റ്റർ 9 and verse 24. എന്താ അവിടെ വായിക്കുന്നത്? അവർ റെഡീമർ ഈസ് ഇൻ ഹെവൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ സ്വർഗത്തിലുണ്ട്. അതിൻ്റെ വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി
കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. കർത്താവിൻ്റെ കാര്യമാണ്. ക്രൂശ് മരണം കഴിച്ച് സ്വർഗത്തിൽ പോയ കാര്യത്തെക്കുറിച്ച് കേട്ടോ. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്ന പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അതെന്തുവാ? പഴയ നിയമം അല്ലെങ്കിൽ യഹൂദ കൾച്ചർ അനുസരിച്ച് മഹാപാപ പരിഹാര ദിവസം ആണ്ടിലൊരിക്കൽ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി മഹാപുരോഹിതൻ ആടിനെ കൊന്നതിന് ഒരു കയ്യിൽ അതിൻ്റെ രക്തവും മറുകയിൽ ധൂപകലശവുമായി അതിപരിശുദ്ധ സ്ഥലം, ദേവാലയത്തിലെ 3 സ്ഥാനം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്ത് എല്ലാവർക്കും ഒന്നും കയറാനൊക്കത്തില്ല, മഹാപുരോഹിതന് മാത്രം. അതും ആണ്ടിലൊരിക്കൽ. അന്ന് ജനത്തിൻ്റെയും തൻ്റെയും പാപത്തിന് പരിഹാരമായി യാഗം കഴിച്ച് രക്തവുമായി അങ്ങോട്ട് കടന്നു ചെല്ലുക. അവിടെ നിന്ന് ദൈവം അവിടെ പ്രത്യക്ഷനായി അതിന് പരിഹാരം കൊടുത്ത് പിന്നെ പുരോഹിതൻ ഇറങ്ങി വന്ന് ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന ഒക്കെ പരിപാടിയാണ് അത്, ആ മേഖല. എന്നാൽ ഈ പുരോഹിതൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാപം ഉണ്ടെങ്കിൽ അവനും കൂടെ മരിച്ചു വീഴും. അത് പോകുമ്പോൾ ഒരു ചങ്ങലയെ കൂടെ ബന്ധിച്ചാണ് ഇടക്കെട്ടൊക്കെ കെട്ടി ഇങ്ങോട്ട് വെളിയിലേക്ക് ബന്ധിച്ചിരിക്കുന്നത്. വീണാൽ ആർക്കും കയറിയെടുക്കാനൊക്കത്തില്ല, വലിച്ചെടുക്കണം. അത്ര ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. ആണ്ടുതോറും ഇത്. അപ്പം ഇതിപ്പോൾ ഇതിന് മാറ്റം വരുത്തി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി രക്തത്തിൻ്റെ അല്ലെങ്കിൽ ആ യാഗത്തോടുകൂടി അതിന് മാറ്റം വരുത്തി കർത്താവ് ദൈവം. അത് നമ്മൾ ആണ്ടുതോറും വേണ്ട. അന്യരക്തത്തോടുകൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അല്ല കർത്താവ്. പിന്നെ എന്തുവാ ചെയ്തത്? 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്താലല്ല, പിന്നെ എന്താ, പിന്നെ എങ്ങനെ? സ്വന്തം രക്തത്താൽ ഒരിക്കലായി തന്നെത്താൻ അർപ്പിച്ച് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ഇടി കിട്ടിയോ? മനസ്സിലായോ? പഴയ പുരോഹിതന്മാർ ആണ്ടുതോറും ആടിനെ കൊന്ന് അതിൻ്റെ രക്തം കൊണ്ടുപോയി യാഗം കഴിച്ച് ജനത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുന്ന പരിപാടി അതെന്നേക്കുമായി കർത്താവിൻ്റെ യാഗത്തിൽ കൂടെ അവസാനിപ്പിച്ച് കർത്താവ് സ്വന്തം രക്തം കൊടുത്ത് നമുക്കൊരു പുതുവഴി തുറന്നിരിക്കുന്നു. നമുക്ക് വീണ്ടെടുപ്പ് സാധിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ പറയാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് വീണ്ടെടുപ്പുകാരനായ കർത്താവ് നമ്മെ പാപത്തിൻ്റെ അധീനത നമ്മെ വീണ്ടെടുത്ത് സ്വർഗീയ സൗഭാഗ്യങ്ങൾക്ക് അധീനരാക്കി തീർത്ത വലിയവനായ ദൈവത്തിൻ്റെ കൃപ. ആ കൃപ തന്ന ദൈവം സ്വർഗത്തിലുണ്ട് കർത്താവ്. കർത്താവ് വീണ്ടെടുപ്പുകാരൻ. കർത്താവ് ജീവിക്കുന്ന വസിക്കുന്ന സ്ഥലമാണ് സ്വർഗം. ദൈവത്തിന് സ്തോത്രം. എത്ര മനോഹരം അല്ലേ? ഞാൻ പറയട്ടെ, ഈ സ്വർഗമാകുന്നത് എന്തുകൊണ്ടാ? അവിടുത്തെ രത്നങ്ങളോ അല്ലെങ്കിൽ സ്ഫടികമോ ഇതൊന്നും അല്ല. നമുക്കറിയാം സ്വർഗത്തെക്കുറിച്ച് അങ്ങനെ വിവരണമുണ്ട്. What makes the heaven is not the sky, not the jewels or the pearls, but it is our Savior with the scars on his body. ദൈവത്തിൻ്റെ സ്തോത്രം. തൻ്റെ ശരീരത്തിൽ ക്രൂശിൽ ഏറ്റുവാങ്ങിയ ആ മുറിവുകളോടുകൂടെ സ്വർഗത്തിലുള്ള നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ സാന്നിധ്യമാണ് സ്വർഗത്തെ സ്വർഗമാക്കി മാറ്റുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ വീണ്ടെടുപ്പുകാരനെ, ആ കർത്താവിനെ എപ്പോൾ കാണാം, എങ്ങനെ കാണാമെന്നൊക്കെ തിരുവെഴുത്ത് നമുക്ക് ആലോചന തന്നിട്ടുണ്ട്. അത് വേറൊരു വിഷയമാണ്. ആ വഴി കൂടെ പോകണം. ബട്ട് ദ മെയിൻ തിങ് ഈസ് ദാറ്റ് അവർ റെഡീമർ ഈസ് ഇൻ ഹെവൻ. സ്വർഗത്തിൻ്റെ പ്രത്യേകത നമ്മുടെ കർത്താവ് അവിടെ ഉണ്ട്, നമ്മുടെ രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ അവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത് ഓർമ്മയിരിക്കട്ടെ. ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് അവർ റെഡീമർ ഈസ് ഇൻ ഹെവൻ. 2, അവർ റിസോഴ്സസ് ആർ ഇൻ ഹെവൻ. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മേഖലകളിലുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ അവകാശം എന്നൊക്കെ വേണമെങ്കിലും അതിനെക്കുറിച്ച് പറയാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 1:3 മുതൽ 4 വരെയുള്ള വാക്യം. അതിങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്ക് ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം,
എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതെ, നമുക്ക് വലിയൊരു അവകാശമുണ്ട് കേട്ടോ. നമുക്ക് വലിയ റിസോഴ്സസ് ഉണ്ട് സ്വർഗത്തിൽ. വായിച്ചപ്പോൾ കേട്ടോ, എന്തുവാ? വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത, ഒന്നും കറക്റ്റബിൾ ഒന്നും അല്ല, ദ്രവിച്ചു പോകുന്നൊന്നും അല്ലാത്തൊരു അവകാശം, സ്വർഗീയ വിഭവങ്ങൾ അവിടെയുണ്ട് നമുക്ക്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിഭവങ്ങൾ നമുക്ക് അവിടെ ആണെങ്കിൽ എന്താ ഗുണം ഉണ്ടോ? ശാന്തമായി പരിശോധിക്കണം. ഈ വിഭവം നമുക്ക് ലഭിക്കാൻ കാര്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ ലഭിച്ചതാ. അത് അന്ത്യകാലത്തിൽ വെളിപ്പെടുമല്ല. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മഹത്വായ അവകാശം ഇത് പ്രാപിച്ചോണം കേട്ടോ. ഇടയ്ക്ക് പറയുക, നഷ്ടപ്പെടുത്തി കളയല്ലേ. അത് നിക്ഷേപം അവിടെ ഉണ്ട്. അപ്പം നിക്ഷേപം ഉണ്ട്. നമ്മുടെ നിക്ഷേപം ഉള്ളത് വേദപുസ്തകം പറഞ്ഞു, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. അപ്പോൾ സ്വർഗത്തിലാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ നമ്മുടെ ഹൃദയവും ചിന്തയൊക്കെ എവിടെ ആയിരിക്കും? ഉയരത്തിലായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് ലേഖനത്തിൽ പൗലോസ് 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിച്ചോണം, അന്വേഷിച്ചോണം. ഇഫ് യു ആർ റിസൺ വിത്ത് ക്രൈസ്റ്റ്, ആണോ? ഒരു വലിയ ഒരു നിക്ഷേപം നമുക്ക് സ്വർഗത്തിലുണ്ട്. വിഭവങ്ങളുടെ കേന്ദ്രമാണ്, നശിച്ചു പോകാത്ത കേട്ടോ. അവയാൽ അതിനെക്കുറിച്ച് ബോധമുള്ളവനായിരിക്കട്ടെ ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ പറയട്ടെ, ഇഫ് യു ആർ ഷുവർ അബൌട്ട് ദാറ്റ് ഗ്രേറ്റ് ഇൻഹെറിറ്റൻസ്, ആ വലിയ അവകാശം, വലിയ റിസോഴ്സസ് സ്വർഗത്തിലുണ്ടെന്നുള്ള ബോധം ഒന്നും ഉണ്ടാകണം. ഉണ്ടായാൽ നമ്മുടെ ചിന്തയും ബോധമൊക്കെ മാറും. ലോകത്തിൽ വസിക്കുന്നെങ്കിലും ലോകക്കാരായിട്ടല്ല. ഏത് ദിവസവും പറയുമ്പോൾ അക്രതയും കോട്ടയുമുള്ള ഈ തലമുറയുടെ നടുവിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളുമായി ജീവിപ്പാൻ ദൈവം നമുക്ക് വരം തരും. ദൈവം അതിനുള്ള കൃപ തരും. ദൈവത്തിന് പുസ്തകം. അപ്പം നമ്മൾ വായിക്കുന്നത് എന്താ മനസ്സിലാക്കുക? സ്വർഗത്തിൻ്റെ പ്രഷ്യസ്, അതിൻ്റെ മഹത്വം, അതിൻ്റെ അമൂല്യത എത്ര വലുതാണ്. നമുക്കിതൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടാണ് സ്വർഗം. പിന്നെ മൂന്നാമത് വരുമ്പോൾ അവർ റെസിഡൻസീസ് ഇൻ ഹെവൻ, നമ്മുടെ വാസസ്ഥലം സ്വർഗമാണ്. ഒരു ദിവസത്തേക്കല്ല, പിന്നെ പല നാടുകളിലേക്ക്. അതിന് വായിക്കുന്ന ഫിലിപ്പിയ ലേഖനം 3:21 എന്താ വാക്യം? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ വന്നിട്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തി. എങ്ങനെ? സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് ഈ ശരീരത്തെ ദൈവം രൂപാന്തരപ്പെടുത്തി സ്വർഗത്തിൽ വസിക്കാവുന്ന രീതിയിലാക്കും. തേജസ്കരിക്കപ്പെട്ട ശരീരമായി നമുക്ക് താമസിക്കാൻ, ആ സ്ഥലത്ത് താമസിക്കാൻ നമ്മെ രൂപാന്തരപ്പെടുത്തിയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. രൂപാന്തരം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ രൂപാന്തരം. ആത്മാവ് രൂപാന്തരം പ്രാപിച്ചവരാ പിന്നീട് ശരീരം രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് ഈ സ്വർഗം എന്ന് പറയുന്നത് എന്നേക്കും വസിക്കാനുള്ള ഒരു സ്ഥലമാണ്. ദൈവജനത്തിന് കർത്താവിനോട് കൂടെ ചേർത്ത്. ദൈവമേ, അതിനുള്ള കൃപയെ ഞങ്ങളെ ബലപ്പെടുത്തണമേ നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ പൗരത്വവും സ്വർഗത്തിലാകുന്നു, അല്ലേ? നാം വീണ്ടെടുക്കപ്പെട്ടവരായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പൗരന്മാരായി തീരുക, സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളായി തീരുക കേട്ടോ. ഇത് നമ്മൾ ഓർക്കണം. നമ്മളൊക്കെ ഈ രാജ്യത്തിൻ്റെ പൗരന്മാർ, അത് നമുക്ക് അഭിമാനമാണ്, അല്ലേ? ഐ എം എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ, എന്ന് പറഞ്ഞ പോലെ നിത്യനായ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ മണ്ഡലങ്ങളിൽ നമ്മൾ എന്നേക്കും കർത്താവിനോട് കൂടെ വസിക്കുന്ന ആ രാജ്യത്തിൻ്റെ പൗരന്മാരായി തീർന്നു. എത്ര ഭാഗ്യമാണ്! ആ വസിക്കാനുള്ള സ്ഥലമാണ്, അങ്ങനെ വസിക്കാൻ എന്നേക്കും വസിക്കുന്ന സ്ഥലമാണ് സ്വർഗം. സ്വർഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അതിൻ്റെ ഗ്രേറ്റ്നെസ്. തീർന്നില്ല. നാലാമതായിട്ട് വായിക്കുമ്പോൾ അവർ റിവാർഡ്സ് ആർ ഇൻ ഹെവൻ, നമ്മുടെ പ്രതിഫലം സ്വർഗത്തിലാണ്. മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-12 മുതൽ 12 വരെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ദൂഷിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ.
On those days you rejoice because the reward is great in heaven. അന്ന് നിങ്ങൾ സന്തോഷിക്കണം അങ്ങനെ പറയുമ്പോൾ. കാരണം വേദപുസ്തകം പറയുന്നത് ബൈബിൾ സേസ് നിങ്ങളുടെ പ്രതിഫലം വലുതാവും. അതാരേലും പറയുമ്പോഴത്തേക്ക് പേടിച്ച് ഞാൻ ഒരുങ്ങി പോവാന്നോ? പ്രത്യാശയുള്ളവരായിരിക്കും, ദൈവശക്തി ഉള്ളവരായിരിക്കും. ഇതിന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. അതെ, നമ്മുടെ സ്വർഗം നമുക്ക് പ്രതിഫലം തരുന്ന, പ്രതിഫലം വീതിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ആർക്കാ പ്രതിഫലം? കർത്താവിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുന്നവർക്കും അധികം ആത്മാക്കളെ നേടുന്നവർക്കും ഒക്കെ പ്രതിഫലം. അതിനായിട്ടാണ് നമ്മൾ കാംക്ഷിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ അതിന് പ്രതിഫലം ഏറെയാണ്. ഒന്നും വൃഥാവല്ല. എത്രയോ രക്തസാക്ഷികൾ സന്തോഷത്തോടെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. 1-ാം നൂറ്റാണ്ടിലൊക്കെ അല്ലേ. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ അതും ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട്. അവരാരും പോഷന്മാരായി തീരത്തില്ല. ഒരിക്കൽ അവരെ ദൈവസന്നിധിയിൽ നിന്ന് വലിയ പ്രതിഫലം ഏറ്റുവന്നു. ദൈവത്തിന് അപ്പം നമ്മുടെ റിവാർഡ്സ്, നമ്മുടെ പ്രതിഫലമുള്ള സ്ഥലമാണ്. എല്ലാ വിശ്വാസിക്കും പ്രതിഫലമുണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവജനത്തിനും യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്കൊക്കെ പ്രതിഫലമാണ്. പക്ഷേ പ്രവൃത്തി അനുസരിച്ച്, കർത്താവിന് വേണ്ടി ചെയ്തതനുസരിച്ച് പ്രവൃത്തി പ്രതിഫല കിരീടങ്ങൾ അല്ലേ. നമ്മൾ പാടുന്നുണ്ട്, താതൻ പേർക്കായി സേവ ചെയ്തതാൽ താതൻ എന്നെ മാനിക്കുവാനായി തരും ഓരോരോ കിരീടങ്ങൾ, തരും ഓരോരോ പ്രതിഫലങ്ങളല്ലേ, വിളങ്ങിയിടും കിരീടങ്ങളായി. അതെ, സോ ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റിവാർഡ്സ്. ദൈവത്തിന് തീർന്നില്ല. തുടർന്ന് വായിക്കുമ്പോൾ റിച്ചസ് ആർ ഇൻ ഹെവൻ. നമ്മുടെ സ്വത്ത് സ്വർഗത്തിലാണ്. സ്വത്ത് എന്തിൻ്റെ സ്വത്ത്? 6:19-20 പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കും. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്ന സ്ഥലം കേട്ടോ. ആരാ? ബുദ്ധിമാന്മാർ. ഈ ഭൂമിയിലെ നിക്ഷേപമൊക്കെ കള്ളന്മാർക്ക് മോഷ്ടിക്കാവുന്ന, അത് എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ ചെതിൽ പിടിച്ച് മരിച്ചുമൊക്കെ പോവും ലോകത്തിൻ്റെ ദാനം. പക്ഷേ സ്വർഗത്തിലെ ദാനം ഒരിക്കലും അങ്ങനൊന്നും പോകത്തില്ല. ഒരു കള്ളനും അവിടെ കയറത്തില്ല കേട്ടോ. ഹല്ലേലൂയ. അതുതന്നെയല്ല, ഞാൻ പറയട്ടെ, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാൻ പറ്റിയ സേഫ് ലോക്കറുള്ള സ്ഥലമാണ് സ്വർഗം. ആരും മോഷ്ടിക്കത്തില്ല. അതിനുവേണ്ടി താമസമുണ്ടോ? ആ സ്നേഹത്തോട് ചോദിക്കട്ടെ, എന്താ നിക്ഷേപം? ഹല്ലേലൂയ. ദൈവമേ, സ്വർഗത്തിലെ നിക്ഷേപം ആത്മാക്കളാ കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സോ ഇഫ് യു ഇൻവെസ്റ്റ് യുവർ ടൈം, ടാലന്റ് ആൻഡ് എനർജി ആൻഡ് മണി, നീ നിന്റെ താലന്തുകളും ശക്തിയും ബുദ്ധിയും പണവും എല്ലാം ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഇതെല്ലാം സ്വർഗത്തിൽ പ്രതിഫലമായി കിട്ടും കേട്ടോ. സ്വർഗത്തിൽ അത് കൂടി വരും. റിച്ചസ് ഇൻ ഹെവൻ. ദൈവത്തിന് സ്തോത്രം. അത് വലിയ നിക്ഷേപമാണ് സ്വർഗത്തിൽ. നിക്ഷേപമുള്ള സ്ഥലമാണ് സ്വർഗം. നിക്ഷേപം സ്വരൂപിക്കാൻ കഴിയുന്ന സ്ഥലം, ആരും മോഷ്ടിക്കാത്ത സ്ഥലം. ഈ ഭൂമിയിലെ ജീവിതം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നെങ്കിൽ അവിടെ നിക്ഷേപം കാണും. ഈ ലോകത്തിലെ നിക്ഷേപങ്ങൾ മാറിപ്പോകുമ്പോൾ, ബാങ്കുകൾ പൊട്ടുമ്പോൾ എല്ലാം കരഞ്ഞു വിളിച്ചു പോകുന്ന കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ കഴിയട്ടെ. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ധനം കൊണ്ടും ഒക്കെ ദൈവവേലയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയട്ടെ. അതൊരിക്കൽ നിക്ഷേപമായി തരും. വേഗത്തിൽ പറയട്ടെ ദൈവത്തിന്. അടുത്തത്, അവർ റിസർവേഷൻ ഈസ് ഇൻ ഹെവൻ. നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് എന്ന് വെച്ചാൽ തന്നെ അതിനകത്ത് ചില കാര്യങ്ങൾ പറയേണ്ടത്. വെളിപ്പാട് ദിവസം 21-19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. എടുത്തു വായിക്കാൻ സമയമില്ല. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താ? ഒരു വലിയ പട്ടണത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താ പട്ടണം? യോഹന്നാൻ അപ്പോസ്തലൻ ദൈവം കൊടുത്ത വെളിപ്പാടിൽ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുക. അവിടുത്തെ ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് അവിടെ 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താ വാക്യം? ഇങ്ങനെയാണ്, ഞങ്ങളിപ്പോൾ വായിക്കാം. 19 മുതൽ 21 വരെ എന്താണ് വായിക്കുന്നത്? നഗരമതിൻ്റെ അടിസ്ഥാനങ്ങൾ സകല രത്നം കൊണ്ടും അലങ്കരിച്ചിരിക്കും. 1-ാം അടിസ്ഥാനം സൂര്യകാന്തൻ, 2-ാമത്തേത് നീലരത്നം, 3-ാമത്തേത് മാണിക്യം, 4-ാമത്തേത് മരതകം, 5-ാമത്തേത് നവവർണി, 6-ാമത്തേത് ചുവപ്പുകൽ, 7-ാമത്തേത് വീതരത്നം, 8-ാമത്തേത് ഗോമേതകം, 9-ാമത്തേത് വിഷരാഗം, 10-ാമത്തെ വൈഡൂര്യം, 11-ാമത്തേത് പത്മരാഗം, 12-ാമത്തേത് സുഗന്ധരക്തം, 12 ഗോപുരവും, 12 മുത്ത്, ഓരോ ഗോപുരം ഓരോ മുത്ത് കൊണ്ടുള്ളതും. നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. ഓ ഗ്ലോറി ജീസസ്.
വായിക്കുമ്പോൾ ഉള്ളത്തിൽ സന്തോഷം കൊള്ളുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ഓടിയതുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഒരു നാൾ കർത്താവിനോടുകൂടെ ആ മനോഹരമായ നാളുകൾ ദൈവത്തെ സ്വർഗത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് കേട്ടോ. ഹല്ലേലൂയ. അവിടാണോ നിന്റെ റിസർവേഷൻ? വീരിസ്വച്ഛ സ്ഫടികതുല്യ തങ്ക നിർമ്മിതമായ പട്ടണം. ഹല്ലേലൂയ. അതിനെ അലങ്കരിച്ചിരിക്കുന്ന രത്നങ്ങളുടെ പേരുകളാണ് നമ്മൾ വായിച്ചത്. ഓ വണ്ടർഫുൾ. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നാം റിസർവ് ചെയ്തിരിക്കുന്നത്. റിസർവേഷൻ എന്ന് പറയുമ്പോൾ എളുപ്പം മനസ്സിലാകാൻ ഒരു കാര്യം പറയാം. നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നത് റിസർവേഷൻ എടുക്കുക അല്ലേ? എന്തുകൊണ്ട്? സ്ലീപ്പറുണ്ട്, AC ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ഇങ്ങനെ പല ഇടമുണ്ട്. അത് ജനറൽ കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. എന്നാൽ സ്ലീപ്പർ ക്ലാസ്സിൽ പോകുന്നതും AC പോകുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഇതും കൂടെ ഒന്ന് ഞാനൊരു മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു. അപ്പം നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്നത് സൂപ്പറായിട്ടുള്ള ഒരു സ്ഥലം. വായിച്ചില്ല, അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഏത് ഹയാറ്റിലോ പിന്നെ ഒത്തിരി ഉന്നതമായ ഹോട്ടലുകളുണ്ട് ലോകത്ത്. ന്യൂയോർക്കിലെ പട്ടണങ്ങൾ അല്ലെങ്കിൽ പാരീസിലൊക്കെ ഈ ഹോട്ടലിലൊന്നും ലഭിക്കാത്ത, ഒന്നും അതിനോടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റാത്ത ഉന്നതമായൊരു സംഭവം ഞാനിപ്പോൾ വായിച്ചത്. നിങ്ങളൊന്ന് വായിക്കണം. 21 പ്രത്യാശയുള്ളവൻ്റെ ഉള്ളം കിടിലം കൊള്ളും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ സ്ഥലത്ത് പോകാൻ റിസർവ് ചെയ്യുക. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോകല്ലേ? ഈ ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും പ്രിയരെ. ദൈവേഷ്ടം ചെയ്യുന്നവനെ നീക്കിവിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, യുവർ നെയിംസ് ആർ റിട്ടൺ ഇൻ ഹെവൻ. ലൂക്കോസ് 19:20. എന്താ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ വിസ്തരിക്കുന്നില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷം. സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ നിങ്ങളുടെ പേര് കാണും. ചോദിക്കട്ടെ, is your name written in heaven? In the book of the Lamb of life. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം പേരെഴുതിയിട്ടുണ്ടോ? പേരെഴുതണേ, ഉറപ്പിക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിക്കട്ടെ. മനുഷ്യരാരുമല്ല എഴുതുന്ന, യഹോവ വംശങ്ങൾ എഴുതുമ്പോൾ ഇവനും അവനും അവിടെ ജനിച്ചു എന്ന് സിയോനെ കുറിച്ച് പറയുമെന്ന് 87-ാം സങ്കീർത്തനം നമ്മൾ കർത്താവാണ് അത് എഴുതുന്നത്. പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സ്ഥലം. സ്വർഗത്തിൽ പേരുണ്ടായിരിക്കണം. ഉള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നില്ലെങ്കിൽ കർത്താവേ എൻ്റെ പേരൂടെ അവിടെ എഴുതണം, അതിനെന്നെ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ഇതിനൊരു മറുവശമുണ്ട്. ഇനി സ്വർഗത്തിൽ പേരില്ലേ എന്നാന്നറിയാം. വെളിപ്പാട് 20:15. എന്താ അറിയാമോ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. സ്വർഗത്തിൽ പോകുന്നത് നല്ല എന്ന് പറഞ്ഞിരുന്ന കുഴപ്പമുണ്ടോ? പോകാതിരുന്നാൽ അതോടെ ചിന്തിച്ചോണം. പേരില്ലേ പോയി കേട്ടോ, നഷ്ടപ്പെടല്ലേ. ആ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി കാണാൻ. ഇതിനപ്പുറത്തായിട്ടുള്ള, മരണത്തിനപ്പുറത്തായിട്ടുള്ള നാളുകൾ ദൈവമേ നഷ്ടപ്പെട്ടു പോകാതെ, അഗ്നിപ്പൊയ്കയിൽ തകരാതെ കർത്താവിനോടുകൂടെ വസിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചോണം. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ മഹത്വകരമായ സ്വർഗം. ആമേൻ. വായിച്ചല്ലോ, നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. ഇനി വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 5:1 എന്നറിയാമോ? അവർ ഹോം ഈസ് ഇൻ ഹെവൻ. കൂടാരമായ, പൗലോസ് പറയാം, കൂടാരമായ നമ്മുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ഒരു ഭവനം സ്വർഗത്തിൽ നമുക്കുണ്ട് എന്നറിയണം. യു ഷുഡ് നോ ദാറ്റ്. ഇത് പൗലോസ് വിശ്വാസികൾ ഉറപ്പിച്ച് പറയുന്ന കേട്ടോ, ഉറപ്പിന് വേണ്ടി. ഇതൊക്കെ കൂടാരമായി, ഈ മൺകൂടാരമൊക്കെ ഒഴിഞ്ഞു പോകും. ഇതിനപ്പുറത്ത് ഒഴിഞ്ഞു പോകാത്ത കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനമുണ്ട്. അത് അവിടെയാണ് വസിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് കാക്ഷിക്കേണ്ടത്. അതിന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവമേ അതിനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. അതിനപ്പോൾ എന്തോ ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ വേ ടു ഹെവൻ? ഇവിടെ പോകാനുള്ള വഴി എന്നാ? വഴിയുണ്ടോ? എന്തോ വഴി? കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. യോഹന്നാൻ 14:6. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു കേട്ടോ. വഴി സോളി വൺ വേ, ഒരു വഴിയേ ഉള്ളൂ, വേറെ വഴിയില്ല. ഒത്തിരി വഴിയുണ്ടെന്ന് പറയുന്നവർക്ക് നടക്കത്തില്ല. ഒരു വഴി, വൺ വേ. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരു നാമം, യേശു ക്രിസ്തു എന്ന നാമം. യേശു എന്ന നാമം എൻ്റെ ആത്മാവിന് ആനന്ദമേ എന്ന് ഭക്തൻ അതുകൊണ്ടാണ് പാടിയത്. ഒത്തിരി കാര്യങ്ങൾ മുള്ളത്തി പൊന്തി വരുന്നു പറയാം.
അതുകൊണ്ട് ആ മഹത്വകരമായ നാളിനെ കണ്ട് സ്തോത്രം ചെയ്യാൻ ദൈവമേ കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവും ആ കർത്താവിൻ്റെ വഴി നടന്ന് ആ വഴി പിന്നിട്ട് പോയ വാതകളിൽ കൂടെ നടന്ന് നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേരണം. സ്വർഗമാണ് നമ്മുടെ ചിന്ത കേട്ടോ. എത്ര മനോഹരമായ ഡിസ്ക്രിപ്ഷനാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. വായിച്ച് ചിന്തിച്ച് പിന്നെയും ധ്യാനിക്കാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ നിർത്താം. ഏറ്റവും സന്തോഷം, അതും ഒരു സന്തോഷം. അവർ റിലേറ്റീവ്സ് ആർ ഇൻ ഹെവൻ. നമുക്ക് മുമ്പായി കടന്നുപോയ ദൈവകൃപയിൽ വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിച്ച് പോയ ദൈവമക്കൾ, നമ്മുടെ മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരെ കാണാം. ചിന്തിച്ചിട്ടുണ്ടോ? കണ്ണുനീരോടെ യാത്ര അയച്ചവരില്ലേ? കാണാം. കർത്താവിനെ കാണാം. എന്നാൽ അതോടുകൂടെ പ്രിയപ്പെട്ടവരെ കാണാമെന്ന് പറയുന്ന സന്തോഷമല്ലേ? അങ്ങനെയാണെങ്കിൽ ആ വഴിയിൽ നിന്ന് ഇറങ്ങട്ടെ. ആ വഴിയിൽ കണ്ടുപിടിച്ച് കർത്താവിനോടുകൂടെ യാത്ര ചെയ്യുന്നവർക്കായി സ്തോത്രം ചെയ്യുമ്പോൾ, അല്ലാത്തവർ ദൈവത്തിന് ശോധന ചെയ്യണം. കർത്താവേ, അവിടെ എത്താനുള്ള വഴി, ആ വഴിയിൽ എന്നെയും ആക്കണേ. ഒന്നും കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട. പുണ്യസ്ഥലങ്ങൾ സഞ്ചരിക്കേണ്ട, നേർച്ച കാഴ്ചകൾ ഇടണ്ട, മെഴുകുതിരി കത്തിക്കേണ്ട, ഒന്നും വേണ്ട. Just believe in humble faith. ഏറ്റവും നിന്റെ ആ ചെറിയ വിശ്വാസം. യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമെന്ന് കുരുവണൻ നിലവിളിച്ചപ്പോൾ അവൻ്റെ കണ്ണുനീരിൻ്റെ മുഖത്ത് നിന്നൊരു കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കും. നിന്റെ ആത്മാവിന് വിലയുള്ളതാ. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയിട്ട് അവൻ്റെ ആത്മാവിനെ കളഞ്ഞാൽ എന്നാ ഫലം? വിനയപ്പെടാ. ദാവേ, സ്വർഗം എനിക്ക് നഷ്ടപ്പെടരുതേ. സ്വർഗത്തിൻ്റെ മഹത്വം ഞാൻ കേട്ടല്ലോ. സ്വർഗം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര മനോഹരമായ സ്ഥലമാണ്. ഹല്ലേലൂയ. ഈ പാട്ട് പാടാൻ താല്പര്യമുണ്ട്. വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാ പട്ടണം. ഹല്ലേലൂയ. ആ പട്ടണത്തിൽ കർത്താവിനോടൊന്നിച്ച് ആ മനോഹരമായ നിത്യഭവനത്തിൽ വസിക്കാൻ ദൈവമിടയാക്കട്ടെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? വിശ്വാസത്തിൽ ഉറക്കി ഒരു സ്തോത്രം ചെയ്യുമ്പോൾ, അല്ലാത്തവർ ഉറപ്പില്ലെങ്കിൽ പ്രാർത്ഥിക്കണം. കണ്ണുകളടയ്ക്കാൻ, തലകളും അടക്കാം. ഈ മണിക്കൂറുകളിൽ ലോകത്തിന് വിവിധ രാജ്യങ്ങളിലിരുന്നുകൊണ്ട് ദൈവത്തിനെ ശ്രദ്ധിക്കുന്നവരെ, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദം. ഒരുപക്ഷെ നീ കാറിൽ യാത്ര ചെയ്യായിരിക്കും, നീ അടുക്കളയിൽ കുക്ക് ചെയ്യായിരിക്കും. ആത്മാവിൻ്റെ രക്ഷ കരുതിക്കോണേ. സ്വർഗം നഷ്ടപ്പെടല്ലേ. ഒന്ന് വിനയപ്പെട്ട് പ്രാർത്ഥിക്കുമോ? നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ വീണ്ടും ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ അനുവാദം തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. നിന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിയ പോലെയുമാണല്ലോ. ആ വചനം ഇന്ന് രാവിലെ ഈ മണിക്കൂറുകളിൽ കർത്താവെ വ്യാപരിക്കുന്നതിനായി സ്തുതിക്കുന്നു. അനേക ഉള്ളങ്ങളെ സ്പർശിക്കും. ഈ ലോകത്തിൻ്റെ പിന്നാലെ ഓടി എങ്ങുമില്ലാതെ പ്രത്യാശയില്ലാത്ത ശവക്കുഴിയിൽ അവസാനിക്കാനല്ല, നിത്യനായ ദൈവത്തിൻ്റെ വലിയ കൃപയുടെ വരപ്രസാദത്തിൽ ആത്മാവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി യുഗായുഗമായി കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ വസിക്കുന്ന മഹത്വകരമായ സ്വർഗത്തിൻ്റെ അനുഭവങ്ങളിൽ ആയിത്തീരാൻ എല്ലാവരെയും സഹായിക്കണമേ. ദൈവങ്ങളുടെ കരം താങ്ങണം, വചനക്രിയ ചെയ്യണം. ആവശ്യങ്ങളിലും ഭാരങ്ങളിലുമായിരിക്കുന്നവരെയൊക്കെ വിടുവിക്കണം. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.